ബി.ജെ.പിയുടെ ഭരണം അധികകാലം സഹിക്കാൻ കേരളത്തിലെ ഒരു നാട്ടുകാർക്കും പറ്റില്ല എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്. ബി.ജെ.പി 10-5 വർഷമായി ഭരിക്കുന്ന നിരവധി തദ്ദേശ സ്ഥാപനങ്ങളെ ഇത്തവണ ബി.ജെ.പിയെ പടിയടച്ച് പിന്തുണച്ചത്. അതിൽ എടുത്തു പറയേണ്ടത് ബി.ജെ.പി ഭരിക്കുന്ന പന്തളം നഗരസഭയിലെ ബി.ജെ.പിയുടെ ദയനീയ പരാജയമാണ്. കഴിഞ്ഞ തവണ 18 സീറ്റുകൾ ഒറ്റയ്ക്ക് നേടിയാണ് ബി.ജെ.പി പന്തളത്തിന്റെ ഭരണം പിടിക്കുന്നത്. പക്ഷേ ദുർഭരണവും കെടുകാര്യസ്ഥതയും മുഖമുദ്രയാക്കിയ ബി.ജെ.പിയെ ഇത്തവണ 3ാം സ്ഥാനത്തേക്ക് ചവിട്ടി തഴഞ്ഞത് പന്തളത്തെ ജനങ്ങളാണ്. LDF 14 സീറ്റുകൾ നേടി പന്തളത്തിന്റെ ഭരണം ഉറപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞു. സമാനമായാണ് ബി.ജെ.പി 10 വർഷമായി ഭരിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ കുളനട പഞ്ചായത്തിലെയും അവസ്ഥ. കഴിഞ്ഞ തവണ നേടിയതിന്റെ പകുതി സീറ്റ് മാത്രമാണ് ഇത്തവണ ബി.ജെ.പിക്ക് കുളനടയിൽ സ്വന്തമാക്കാൻ സാധിച്ചത്. അതോടൊപ്പം പത്തനംതിട്ടയിലെ ചെറുകോൽ പഞ്ചായത്ത് ഭരണവും LDF ബി.ജെ.പിയിൽ നിന്ന് ഇത്തവണ പിടിച്ചടക്കി. തലസ്ഥാന നഗരി ബി.ജെ.പി തൂക്കി എന്നൊക്കെ നിലവിളിക്കുന്നവർ ബി.ജെ.പി ഭരിക്കുന്ന തിരുവനന്തപുരത്തെ കള്ളിക്കാട് പഞ്ചായത്തിലെ അവരുടെ അവസ്ഥ കൂടി അറിയണം. കഴിഞ്ഞ തവണ ഭരണം ഉണ്ടായിരുന്ന കള്ളിക്കാട് ഇത്തവണ ബി.ജെ.പി വെറും ഒരൊറ്റ സീറ്റിൽ ഒതുക്കി LDF 8 സീറ്റുകൾ നേടി പഞ്ചായത്ത് ഭരണം പിടിച്ചടക്കി. കഴിഞ്ഞ തവണ ബി.ജെ.പി വിജയിച്ച കരവാരം പഞ്ചായത്തിലും വമ്പൻ തിരിച്ചടിയാണ് ബി.ജെ.പിക്ക് ലഭിച്ചത്. കഴിഞ്ഞ തവണ NDAക്ക് 9 സീറ്റ് വിജയിക്കാൻ സാധിച്ച പഞ്ചായത്തിൽ ഇത്തവണ ബി.ജെ.പി നേടിയത് കേവലം ഒരേ ഒരു സീറ്റ് മാത്രമാണ്. ഇവിടെയും LDF തന്നെയാണ് ബി.ജെ.പി ഭരണത്തിന് അന്ത്യം കുറിച്ചത്. അതായത് പുതിയ ബി.ജെ.പി പ്രസിഡന്റിന്റെ കോർപ്പറേറ്റ് തന്ത്രങ്ങൾ വിചാരിച്ച പോലെ കേരളത്തിൽ ഏശുന്നില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളിലും കാര്യമായി ഒന്നും ചെയ്യാൻ ബി.ജെ.പി കഴിയുന്നുമില്ല. എന്തായാലും കോടികൾ പൊട്ടിച്ച് ബി.ജെ.പിക്ക് ഇത്തവണ നിരാശ തന്നെയാണ് ഫലം.